ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് ക്ഷേത്രത്തിൽ വെച്ചിട്ട് വാസന്തി നിർത്ത് എന്ന് പറയുന്ന സമയത്താണ് ഇന്ദു അങ്ങോട്ടേക്ക് നോക്കുന്നത്. പെട്ടെന്ന് വാസന്തി അവിടെ കണ്ടപ്പോൾ അവൾ പകച്ചുപോയി. അപ്പോഴാണ് അവൾ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് പോലും അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. വീട്ടിൽ ആരും അറിയാതെ വീണ്ടും നിലനെ കൊണ്ട് താലി കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് പേടിയായിട്ട് നിൽക്കുകയാണ്. അവള് മാത്രല്ല, ഡെക്കും നീലനും ഒക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വാസന്തിയെ കണ്ടപ്പോ. ആ സമയത്ത് വാസന്തി അവർക്ക് അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി വലിയ ടീച്ചറെ പോലെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. ഇന്ദു ചെയ്തത് തെറ്റായത് കൊണ്ട് തന്നെ മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുവാണ്. ആ സമയത്ത് വാസന്തി വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ മകനെ പ്രസവിച്ച ഞാനിവിടെ ജീവനോടെ നിൽക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വീട്ടിലുള്ള ആരും തന്നെ അറിയാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് പട്ടുസാരിയൊക്കെ എടുത്തു വന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? ഇന്ദു മറുപടി പറയാനാവാതെ നിൽക്കുവാണ്. കാരണം അവൾ ചെയ്തിരിക്കുന്നത് അത്രയും വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് അവൾക്ക് തോന്നുന്നത്. വാസന്തി ആണെങ്കിൽ അവസരം മുതലാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് മാത്രം എന്താ ന്യായാണോ? നിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലി എവിടെയടി? അത് കേട്ട സമയത്ത് ഇന്ദു ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. നിന്റെ കഴുത്തിൽ നിന്നും താലി നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര കാലായി? അവൾ പേടിച്ചുകൊണ്ട് നീലനെ നോക്കുകയാണ്. അമ്മായി അമ്മ എന്ന് ഒരുത്തി വീട്ടിലുണ്ടെന്ന് കരുതി മര്യാദയോടുകൂടി നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. ആരും അറിയാതെ എന്നെ മോനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വീണ്ടും താലി കെട്ടാനുള്ള പരിപാടിയാണല്ലേ? താലി കഴുത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണോടി? വലിയൊരു തെറ്റ് ഇന്ദു ചെയ്തത് മാതിരി തന്നെയാണ് വാസന്തി സംസാരിക്കുന്നത്. അത് താൻ ചെയ്തു എന്നുള്ളത് ഇന്ദു അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെയാണ് അവൾ നിൽക്കുന്നതും. ഇനി എത്ര വലിയ അപശകുനാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നൊക്കെ വാസന്തി പറയുമ്പോൾ രാധിക ഇങ്ങനെ എരികേറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്യാമിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് എന്നോട് വന്ന് പറയണമെന്നുള്ള ബുദ്ധി നിനക്കില്ലായിരുന്നോ? അവളാണെങ്കിൽ സങ്കടത്തോടെ നീലനെ നോക്കുകയാണ്. കാരണം അത്രയും പ്രാവശ്യം അവൾ നീലനോട് ചോദിച്ചതാണ് അമ്മയോട് പറയട്ടെ പറയട്ടെ എന്ന്. അവനാണ് വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീലൻ ഇന്ദുവിന്റെ രക്ഷയ്ക്കെത്തുകയാണ്. അവൻ പറയുന്നുണ്ട്, അമ്മ ഇന്ദുവിന്റെ മേലൊരു തെറ്റും ഇല്ല അമ്മ. അവള് പോലും അറിയാതെ ഞാനാണമ്മ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ് താലി കെട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ പോലും അറിഞ്ഞത്. അവിടെ ഇനി തനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായപ്പോ ഛേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ശ്യാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ പിന്നാലെ തന്നെ രുക്മിണിയും സൗവർണികയും രാജേഷിയും ഒക്കെ പോകുന്നുണ്ട്. മോനെ മോനെ പോവല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ശ്യാമാണെങ്കിൽ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അവര് 3 പേരും വരുമ്പോഴേക്കും അവൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതുവഴി വന്ന ഒരു ഓട്ടോയിൽ കയറിയിട്ട് അവർ 3 പേര് ശ്യാമിനെ ഫോളോ ചെയ്യാണ്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ വാസന്തി നീലനോട് ചോദിക്കുന്നുണ്ട്, ശരി ഇവിടെ വന്നതിന് ശേഷം നീ അണിഞ്ഞു കൊടുത്ത മാല കഴുത്തിലിടാൻ അവൾക്ക് അറിയില്ലേ? ആ സമയത്ത് അവൾക്ക് മനസ്സിലായില്ലേ അവളുടെ കല്യാണമാണ് വീണ്ടും നടക്കാൻ പോകുന്നതെന്ന്? അപ്പോഴെങ്കിലും വീട്ടിൽ എൻ്റെ അമ്മായിയമ്മയുണ്ട്, വയസ്സിന് മൂത്ത ബഹുമാനിക്കേണ്ട ആളാണ്, അവരോട് വിളിച്ചിട്ട് ഒരു വാക്ക് പറയട്ടെ എന്ന് അവൾക്ക് പറയാൻ തോന്നിയോ? അപ്പോ ഇന്ദു ആണെങ്കിലും കുറ്റബോധത്തോടെ നീലനെ നോക്കുവാണ്. കാരണം ഇതൊക്കെ അവൾ നീലനോട് ചോദിച്ചതാണ് അമ്മയെ അറിയിക്കേണ്ടതൊക്കെ. നീലനാണ് അതൊക്കെ എതിർത്തത്. ആ സമയത്ത് വാസന്തി ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടി നാട്ടുകാർക്ക് മുഴുവൻ ഉപദേശം പറഞ്ഞു കൊടുക്കാൻ അറിയാലോ, സ്വന്തം കാര്യത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ അറിയില്ലേ? അഹങ്കാരാണടാ ഇവള്. നന്നായിട്ട് സമ്പാദിക്കുന്നത് കൊണ്ടുള്ള ഇവളുടെ അഹങ്കാരാണ്. കേട്ട പാതി തന്നെ ഇന്ദു വേഗം വാസന്തിയുടെ കാൽക്കൽ വീണിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അമ്മ അമ്മ എനിക്ക് മാപ്പ് തരണം അമ്മ. പെട്ടെന്ന് ഇന്ദു അങ്ങനെ ചെയ്തപ്പോൾ വാസന്തി ഒന്ന് ഞെട്ടിപ്പോയി. വാസന്തി മാത്രമല്ല, രാധികയും നീലനും ഒക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ദു അങ്ങനെ പരസ്യമായിട്ട് കാല് പിടിക്കുന്ന ആരും ചിന്തിച്ചതല്ല. അപ്പോൾ ഇന്ദു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയാണ്, ഞാൻ അമ്മയോട് പറയാന്ന് പറഞ്ഞതാണ്, പക്ഷെ നീലേട്ടനാണ് വേണ്ട എന്ന് പറഞ്ഞത്. എല്ലാവരും നോക്കി നിൽക്കി ഇന്ദു തന്റെ കാൽക്കൽ വീണതുകൊണ്ട് വാസന്തിക്കും തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവര് നീലനെ നോക്കുവാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അമ്മയോട് പറയേണ്ടതായിരുന്നു, അതിനെന്നോട് മാപ്പാക്കമ്മ എന്നും പറഞ്ഞിട്ട് ഇന്ദു വീണ്ടും കാലിൽ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആകെ പെട്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു വാസന്തി. രാധിക പറയുന്നുണ്ട്, മമ്മി വേണ്ട മമ്മി. അപ്പോ അവിടെ കൂടി നിന്ന സ്ത്രീകളിൽ സംസാരിക്കുകയാണ്, ചേച്ചി വാസന്തി എങ്ങനെയോ അബദ്ധത്തിൽ താലി അഴിഞ്ഞു പോയതായിരിക്കാം. എന്തായാലും ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ മരുമകള് കാൽക്കൽ വീണതല്ലേ, തൽക്കാലം നിങ്ങൾ ക്ഷമിച്ചു കൊടുക്ക്. ഇപ്പോഴാണെങ്കിലും ആ കുട്ടി തെറ്റ് മനസ്സിലാക്കി നിങ്ങളോട് മാപ്പ് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ തന്നെ മുൻപിൽ നിന്നിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്ക്. അതല്ലേ വേണ്ടത്. നിങ്ങളുടെ വലിയ മനസ്സിന് അങ്ങനെയാ ചെയ്യേണ്ടത്. അതൊക്കെ കേട്ടപ്പോൾ വാസന്തി ആണെങ്കിൽ ശരിക്കും പെട്ട അവസ്ഥയിലായി. കാരണം ഇനി ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇന്ദുവിനെ ഒന്നും പറയാനാവില്ല. കാരണം അവളുടെ തെറ്റ് മനസ്സിലാക്കി കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീടും ശിക്ഷിക്കുന്നത് ശരിയല്ല. അവരിങ്ങനെ കൂടി നിന്നവരൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതേ ചേച്ചി കാട്ടിൽ അഴിഞ്ഞു പോയ താലി ഇപ്പോ ദൈവത്തിന്റെ മുൻപിൽ വെച്ചിട്ട് വീണ്ടും കെട്ടിയാ മതി. പിന്നെ എന്ത് മംഗല്യദോഷാണ്? അപ്പോ നീല പോയിട്ട് ഇന്ദുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ദു നീ ഒന്ന് ആദ്യം എഴുന്നേക്ക്.
വാസന്തിയും ചേർന്നിട്ടാണ് ഇന്ദുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ആ സമയത്ത് ഡെക്ക് പോയിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് വാസന്തിയോട് പറയാണ്, ചേച്ചി ഇപ്പോ സീൻ തന്നെ ആകെ മാറി. ചേച്ചി ചേച്ചി തന്നെ താലി എടുത്തു കൊടുത്ത് മുൻപന്തിയിൽ നിന്നിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കുകയാണെങ്കിൽ വലിയ മനുഷ്യ എന്നുള്ള ആ ഒരു പേര് കിട്ടും. ചേച്ചി നടത്തി കൊടുത്തില്ലെന്ന് വെക്ക്, ഈ നാട്ടുകാർ ചേർന്നിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ ആയാൽ പിന്നെ ചേച്ചിയുടെ മതിപ്പൊക്കെ ആൾക്കാരുടെ മുന്നിൽ പോവും. അത് കേട്ടപ്പോൾ വാസന്തിക്കും ആകെ പേടിയായി, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് താൻ അപമാനിക്കപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട്. വാസന്തി ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് മറുതലക്കൽ വന്നിട്ട് രാധിക പറഞ്ഞു കൊടുക്കുകയാണ്, മാമി ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ട് മാമിയെ കുഴപ്പത്തിലാക്കുവാണ്. മാമി ഓരോ അബദ്ധം ചെയ്യല്ലേ. അപ്പോ ഒച്ചത്തിൽ ശബ്ദം കൂട്ടിയിട്ട് ഡെക്ക് പറയാണ്, നോക്ക് നല്ല സമയം കഴിയാൻ ഇനി ആകെ 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാ പിന്നെ ഇനി എന്തിനാ ചേച്ചി നോക്കി നിൽക്കുന്നത്? ആളുകളൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ചേച്ചി തന്നെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്, സമയം കഴിയാൻ വേണ്ടി പോവാണ്. ഇതെന്തിനാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇതുവരെ ആദ്യമായിട്ട് ഒളിച്ചോടി വന്നിട്ട് പുതുതായിട്ട് കല്യാണം കഴിക്കുന്നതൊന്നും അല്ലല്ലോ. അവര് ആദ്യം തന്നെ ഭാര്യയും ഭർത്താവും അല്ലേ. താലി എടുത്തു കൊടുത്തിട്ട് ഒന്നുകൂടെ കെട്ടാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഡെക്ക് വീണ്ടും പറയാണ്, ചേച്ചി ചേച്ചി തന്നെ മുൻപിൽ നിന്നിട്ട് താലി എടുത്തു കൊടുത്തിട്ട് കല്യാണം നടത്തി കൊടുക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ഇമേജിന് ഒരു ഡാമേജ് സംഭവിക്കില്ല. നന്നായിട്ട് തന്നെ ഇവരുടെ മുമ്പിൽ കൂടെ നടന്നു പോവാം. രാധിക പറയുന്നത് കേട്ടിട്ട് ചേച്ചി കല്യാണം നടത്തി കൊടുക്കാതെ അഹങ്കാരത്തോടെ നിൽക്കുകയാണെന്ന് വെക്ക്. നാട്ടുകാർ ചേർന്നിട്ട് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യും. ചേച്ചിയുടെ ഇമേജ് ഈ നാട്ടുകാർക്ക് മുമ്പിൽ തകർന്നടിയുകയും ചെയ്യും. വെറുതെ നാണം കെടാൻ നിൽക്കണ്ട. മോമി വേണ്ട മോമി, രാധിക മറുതലക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം കൺഫ്യൂഷനായ അവസ്ഥയിലാണ് വാസന്തി നിൽക്കുന്നത്. അപ്പോഴേക്കും നീലനും പറയുന്നുണ്ട്, ഞങ്ങള് അമ്മ അറിയാതെയാണ് ഈ കല്യാണം നടത്തണമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴും ദൈവത്തിന്റെ ഹിതം അമ്മ താലി എടുത്തു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അമ്മയുടെ കൈകൊണ്ട് താലി എടുത്തിട്ട് വേണം വീണ്ടും ഇന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ എന്നുള്ളത് ദൈവഹിതമാണ്. അതുകൊണ്ടാണ് ശരിയായ സമയത്ത് അമ്മയെ ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചത്. അമ്മ തന്നെ താലി എടുത്തു തന്നാ മതി. അത് കേട്ടപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് വാസന്തി. മാമി മാമി വേണ്ടാന്നൊക്കെ ഇങ്ങനെ രാധിക പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ സമയം ഒട്ടും വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഡെക്ക് പൂജാരിയുടെ കയ്യിലുണ്ടായിരുന്ന താലം പിടിച്ച് വാങ്ങിക്കുകയാണ്. അയ്യോ ചേച്ചി ഇനി ആലോചിച്ച് നിൽക്കാൻ നിൽക്കണ്ട, നീല താലി ഇതിനകത്തേക്ക് ഇട്, ചേച്ചി എടുത്തു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെക്ക് തന്നെ മുൻപന്തിയിൽ നിന്നിട്ട് വാസന്തിയെ കൊണ്ട് തന്നെ നീലന് താലി എടുത്തു കൊടുക്കുകയാണ്. നാട്ടുകാരൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി എടുത്തു കൊടുക്ക് ചേച്ചി എടുത്തു കൊടുക്ക്. അവസാനം ഗത്യന്തരം ഇല്ലാതെ തന്റെ കൈകൊണ്ട് തന്നെ നീലന് താലി എടുത്തു കൊടുക്കേണ്ടി വന്നു വാസന്തിക്ക്. ഇത്തവണ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് താലി കെട്ടിയത്. നീലന്റെ കയ്യിൽ നിന്ന് സന്തോഷത്തോടു കൂടി താലി വാങ്ങിച്ചപ്പോൾ ഇന്ദുവിന് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഒരു ഓട്ടോയിൽ ഇന്ദുവും നീലനും അതുപോലെ കുഞ്ഞുമായിരുന്നു. മറ്റൊരു ഓട്ടോയിൽ ചേച്ചിയും വാസന്തിയും അതുപോലെ രാധികയും. ആ സമയത്ത് അവരവിടെ ഇറങ്ങിയപ്പോൾ തന്നെ രാധിക മാമിയോട് പറയുന്നുണ്ട്, മാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞതൊന്നും അല്ല സംഭവിച്ചത്, എന്തൊക്കെയോ നടന്നു. അവസാനം മാമിയുടെ കൈകൊണ്ട് തന്നെ അവർക്ക് താലി വരെ എടുത്തു കൊടുക്കേണ്ടി വന്നു. ഇനിയെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിക്കേ. ഇനി എന്തൊക്കെയാ ഞാൻ പറയാൻ പോകുന്നത് നീ കണ്ടോ, വാടി എന്നും പറഞ്ഞുകൊണ്ട് രാധികയും പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് വാസന്തി. കലിതുള്ളി വാസന്തി വരുന്നത് കണ്ടപ്പോൾ തന്നെ 3 പേർക്കും അറിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്ന്. അതുപോലെ തന്നെ വാസന്തി വന്നപ്പോൾ ഇന്ദുവിനോടാണ് സംസാരിക്കുന്നത്. നാട്ടുകാർക്ക് മുൻപിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് സംസാരിച്ചു അല്ലേ? ഒരു കാര്യം പോലും എന്നെ അറിയിക്കാതെ ഞാൻ പോലും അറിയാതെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാൻ വേണ്ടി തീരുമാനിച്ച എല്ലാ ഏർപ്പാടുകളും ചെയ്തതിന് ശേഷം ഞാൻ തന്നെ തനിയെ മനസ്സിലാക്കി അവിടെ എത്തിയപ്പോൾ നാട്ടുകാർക്ക് മുൻപിൽ വെച്ചിട്ട് അമ്മ തന്നെ താലി എടുത്തു തരണം എന്നുള്ളൊരു വക്കാലത്തെത്തിച്ചിട്ട് അവസാനം എൻ്റെ കൈകൊണ്ട് തന്നെ താലി വാങ്ങി കെട്ടിച്ചു അല്ലേ? അവിടെ അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ട് എനിക്ക് എന്താ സംസാരിക്കാൻ പറ്റുക? കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവിടെ വെച്ച് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. വാസന്തി പറയുന്നതൊക്കെ ഒരു മുതിർന്ന അമ്മയുടെ ശകാരായതുകൊണ്ട് തന്നെ രണ്ടുപേരും കേട്ടോണ്ട് നിൽക്കുകയാണ്. വീട്ടിലുള്ള ഒരു മുതിർന്ന സ്ത്രീയാണ്, ഞങ്ങളുടെ അമ്മയാണ് എന്നൊരു മതിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് തോന്നിയിട്ടുണ്ടായിരുന്നോ? അപ്പോഴാണ് ഡെക്ക് ചോദിക്കുന്നത്, ചേച്ചി രാവിലെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ആ കഴിച്ചു. പിന്നെ എന്തിനാ ചേച്ചി പ്രഷർ കയറിയതുപോലെ ഇങ്ങനെ കക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് രണ്ടുപേരും ചേച്ചി അറിയാതെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ട് വന്നതാണെന്നാണോ കരുതുന്നത്? അവര് ഓൾറെഡി ഭാര്യയും ഭർത്താവുമാണ്. അത് കാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയപ്പോ ഇപ്പൊ ഒന്നുകൂടെ വീണ്ടും കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു, അത്രയല്ലേ ഉള്ളൂ. വാസന്തി ദേഷ്യത്തോടെ ഡെക്കിന് തല്ലാൻ കയ്യോങ്ങുവാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയുടെ താലി നഷ്ടപ്പെട്ടു പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമാണോ? എന്തോ ഒരു വലിയ വിപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു അപശകുനം നടന്നത്. ഇന്ദുവിന്റെ താലി നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും. രാധികയാണെങ്കിൽ അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ട് അത് വീട്ടിലുള്ള മുതിർന്നവരോട് പറഞ്ഞിട്ട് നല്ല നാള് നോക്കിയിട്ട് പൂജാരിയെ കണ്ടിട്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് വേണം താലി കെട്ടാൻ. അല്ലെങ്കിൽ തന്നെ മുമ്പ് നടന്ന കല്യാണത്തിന് മണ്ഡപത്തിൽ നിന്നും മാറി ഇരുന്ന് വന്നിട്ട് താലി കെട്ടിയതിന്റെ ദോഷമാണോ എന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ കഴുത്തിൽ താലി നിൽക്കാത്തത്.
ഒന്നിനും മറുപടി ഇല്ലാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. ഇപ്പൊ വീണ്ടും വീട്ടിലുള്ള ഒരാളുടെയും സമ്മതം ഒന്നുമില്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ വീണ്ടും ക്ഷേത്രത്തിൽ പോയിട്ട് വീണ്ടും താലി കെട്ടാനുള്ള ഒരുക്കായിരുന്നു അല്ലേ? ഇനി ഇതിനു ശേഷം എന്തെങ്കിലും ഒരു അപശകുനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? വാസന്തിയുടെ സംസാരമൊക്കെ ആകെ മൊത്തം കേട്ടപ്പോഴേക്കും രാധയ്ക്ക് തോന്നുന്നുണ്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലത്തരായിട്ട് തോന്നുന്നേ ഇല്ലല്ലോ. ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് താലി എടുത്തു തന്നിട്ട് നിങ്ങളുടെ കല്യാണം ഒന്നുകൂടെ നടത്തി തരുമായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെയാണല്ലോ തോന്നുന്നത്. രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എടാ നീലകണ്ഠ, അവളോ ബുദ്ധിയില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെ ജീവനോടെ നിൽക്കുന്ന കാര്യം നിനക്ക് അറിയായിരുന്നില്ലേ? ഒരു ജീവനോടെയുള്ള വലിയൊരാളായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു വാക്ക് എന്നോട് പറയണമെന്ന് നിനക്ക് തോന്നിയില്ലേ? ഇങ്ങനെയാണോ നീ നിന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്? അമ്മ, തെറ്റൊക്കെ എൻ്റെ ഭാഗത്താണമ്മ. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം. ഇന്ദു വേഗം തെറ്റ് ഏറ്റെടുക്കുകയാണ്. അമ്മ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നത് വരെ എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇദ്ദേഹവും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ അമ്മ, എന്നാലും അറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം അക്കാര്യം അമ്മയോട് പറയണമായിരുന്നു. ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവിടെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചത്. അപ്പോ വാസന്തി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിന്തോ, നീ ആൾക്കാരെ വായ വെച്ചിട്ട് നടത്തുന്ന മായാജാലം ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് വേണ്ട. നിന്റെ വാക്സാമർത്ഥ്യമൊക്കെ നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇനി ഒരുപക്ഷെ ഞാൻ അറിയാതെ ക്ഷേത്രത്തിൽ വരാതിരുന്നെങ്കിൽ നീയും നല്ലവളെ പോലെ ആ താലിയും കെട്ടിയിട്ട് വന്നിട്ട് ഈ കാര്യം ജീവിതകാലം മുഴുവൻ എന്നോട് മറച്ചു വെക്കില്ലായിരുന്നോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. വായ് പൂട്ട്, മിണ്ടരുത്. അത് മിണ്ടരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? അമ്മോ, നീലം വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിയമോൾ സംസാരിക്കുകയാണ്. മുത്തശ്ശി, അതല്ലേ ഇന്ദു അമ്മ മാപ്പ് പറഞ്ഞില്ലേ? എൻ്റെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റ് ചെയ്ത ആളുകള് ഫീൽ ചെയ്തിട്ട് സോറി പറയുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന്. വാ മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരും പഴയതുപോലെ ഫ്രണ്ട്സ് ആവ്. ഇനിയും ഇന്ദു അമ്മയെ നോക്കിയിട്ട് ഒന്ന് ചിരിക്ക്. സ്മൈൽ. അതെ, ഓ വലിയ ആളാണല്ലോ, എല്ലാത്തിനും പഞ്ചായത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നീ നിന്റെ വായ കൂട്ടി നിന്നോളണം എന്ന് പറഞ്ഞിട്ട് അവളുടെ വായക്കിട്ടൊരു കിർക്ക് കൊടുക്കുകയാണ്. പക്ഷെ നിയമോൾക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. നീലനും ഇന്ദു അവളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് വേദന കൊണ്ട് നിയമോള് കരയാണ്. അപ്പോൾ ദേഷ്യത്തോടെ വാസന്തി പറയുന്നുണ്ട്, വായ പൂട്ടി നിന്നോ ചേച്ചി, ചെറിയ കുഞ്ഞിനോടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ടെക്കോ അവരെ വഴക്ക് പറയാണ്. രാധിക പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വാസന്തി നിയമോളോട് അങ്ങനെ പെരുമാറുന്നു. നിയമോള് വേദന കൊണ്ടാണ് കരഞ്ഞത്. അപ്പോൾ വാസന്തി കളിയാക്കുകയാണ്. ആഹാ, കൊള്ളാലോ, നിന്റെ ഇന്ദു അമ്മയെക്കാളും നന്നായിട്ട് നീ അഭിനയിക്കുന്നുണ്ടല്ലോ. നീ ഇപ്പോ അഭിനയിക്കാൻ പോകുന്നുണ്ടോ? അതല്ല മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അറിയോ? കരഞ്ഞുകൊണ്ടാണ് നിയമോൾ ചോദിക്കുന്നത്. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പട്ടുപാവാടയും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പോയില്ലേ? അപ്പൊ പോലും മുത്തശ്ശിയോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. എടാ, ചെറിയ കുട്ടിക്ക് പോലും കള്ളത്തിലാണോ നീ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എല്ലാവരെയും ചേർത്ത് വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വാസന്തി. അതൊക്കെ കേട്ട് സന്തോഷത്തോടെ രാധികയും. അപ്പോൾ നിയമോള് വിചാരിക്കുന്നുണ്ട്, അയ്യോ മുത്തശ്ശി എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? മുത്തശ്ശി എന്താടി? എനിക്ക് വല്ലാതെ വിശക്കുന്നു മുത്തശ്ശി. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അറിയോ? എടാ ദുഷ്ടന്മാരെ, കുട്ടിക്ക് ഭക്ഷണം പോലും കൊടുക്കാതെയാണോ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? മോൾ ഇവിടെ നിൽക്ക്, മുത്തശ്ശി പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് വരാം. അങ്ങനെ പോയപ്പോൾ പിന്നാലെ തന്നെ രാധികയും പോവാണ്. പക്ഷെ അവർ രണ്ടുപേരും പോയപ്പോൾ ഇന്ദു അവിടെ ഇരുന്നിട്ട് നിയമോളോട് ചോദിക്കുന്നുണ്ട്, നിയമോളെ, രാവിലെ അമ്മയല്ലേ മോക്ക് ഭക്ഷണം വാരിത്തന്നത്? എന്തിനാ ഇപ്പൊ മുത്തശ്ശിയോട് കള്ളം പറഞ്ഞത്? ശരിക്കും മോക്ക് വിശക്കുന്നുണ്ടോ? അതല്ല ഇന്ദു അമ്മേ, മുത്തശ്ശി ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാ. അത് കേട്ടപ്പോൾ ഇന്ദു മാത്രമല്ല നീലനും ഡെക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഇന്ദുവിനെ പോലെയല്ല നിയമോള്, നിന്നെ പോലെ തന്നെയാ. എങ്ങനെയാ വിഷയത്തെ പരിഹരിച്ചേ നീ നോക്ക്. അയ്യോ ഡെക്ക്, എൻ്റെ മോളെ കണ്ണുവെക്കല്ലേ. ഇന്നാ ഈ മാല പിടിക്ക്. എന്നിട്ട് നിയമോളെ എടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. എന്നിട്ട് 3 പേരും ചേർന്ന് അകത്തേക്ക് പോയപ്പോൾ ഡെക്ക് ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ നിയമോൾക്ക് അറിയോ? കുഴപ്പമില്ലല്ലോ, നമ്മളെക്കാളും വലിയ അഭിനയമാണല്ലോ. ഇതായിരിക്കും ഒരുപക്ഷെ ജെൻസി കുട്ടികള്. ഇന്ദു മുറിയിൽ നിന്ന് മാറി മാറി കൂടെ ശ്യാമിനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവന്റെ ഫോണിലേക്ക് റിങ് പോകുന്നല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നീലൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ശ്യാം കോൾ എടുത്തോന്ന്. ഇല്ല, ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ നീ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരുപാട് തവണ വിളിച്ച അവസാനം നോക്കുമ്പോൾ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് നീലേട്ടാ. സ്വിച്ച് ഓഫ് ആക്കിയോ? ശ്യാം എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം സൗപർണികയും രുക്മിണിയും രാജേശ്വരിയും ഒക്കെ റോട്ടിന്റെ വേറൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുകയാണ്. സൗപർണികയാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. രാജേശ്വരി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രുക്മിണിയും പറയാണ്, സൗപർണിക ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് നീ കേൾക്കുമോളെ. വാ, ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ പോയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ഇല്ല അമ്മ, ഞാൻ ശ്യാം ഇല്ലാതെ
അദ്ദേഹത്തെ കാണാതെ എവിടേക്കും വരില്ല. എനിക്ക് അദ്ദേഹത്തെ കാണണം അമ്മ. അവൾ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സങ്കടത്തോടെ. അത് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വിഷമം തോന്നുന്നുണ്ട്. അപ്പോഴാണ് നീലൻ ഇന്ദുവിനോട് പറയുന്നത്, രുക്മിണി അമ്മയൊക്കെ ശ്യാമിന്റെ പിന്നാലെ പോയതല്ലേ, അവരെ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ഇന്ദു വേഗം അമ്മയെ കോൾ ചെയ്യാണ്. രുക്മിണി ഫോൺ എടുത്തപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, ശ്യാമിനെ ഫോളോ ചെയ്തിട്ടല്ലേ നിങ്ങൾ പോയത്? ശ്യാമിനെ നിങ്ങൾ കണ്ടുപിടിച്ചോ? അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയോ? ഇല്ല ഇന്ദു, ഞങ്ങൾ പോയിട്ട് അവരെ കാണുന്നതിന് മുമ്പ് തന്നെ അവൻ വേഗം പോയിക്കളഞ്ഞു. ഞങ്ങളിവിടെ ശ്യാമിന്റെ പിന്നാലെ വന്നിട്ട് ഒരു റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സൗപർണികയോട് ഞാൻ എത്രയോ പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചു. പക്ഷേ ശ്യാമിനെ കാണാതെ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അവൾ ഇവിടെ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഇന്ദു. സങ്കടത്തോടു കൂടി രുക്മിണിയും പറയാണ്. അത് കേട്ടപ്പോൾ ഇന്ദുവിന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അമ്മ എങ്ങനെയെങ്കിലും ആദ്യം ഒന്ന് സൗപർണിക വീട്ടിലേക്ക് കൂട്ടിയിട്ട് വാ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ ശ്യാമിനോട് സംസാരിക്കാമെന്ന് കരുതി ഒരുപാട് തവണ ഫോൺ ചെയ്തു. പക്ഷേ ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. അവസാനം ഇപ്പോൾ ഫോൺ അവർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ് ശ്യാം ഉള്ളത് അമ്മ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ ജീവിതത്തെ ഒന്നാക്കിപ്പിക്കാം എന്ന് കരുതിയ സമയത്ത് ആരാണ് ഇടയിൽ കയറിയിട്ട് ശ്യാമിനോട് വേണ്ടാത്തതും വേണ്ടുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ശ്യാം അറിഞ്ഞ രീതി വളരെ മോശമാണ്. സംഭവിച്ച കാര്യങ്ങളായിട്ടൊന്നുമല്ല ശ്യാം അറിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ അവിടെ ഇവിടെയും ഏതൊക്കെയോ ഭാഗങ്ങളാണ് കേട്ടിരിക്കുന്നത്. അത് പ്രകാരം ശ്യാം എന്തൊക്കെയോ കണക്ക് കൂട്ടുവാണ്. അതുകൊണ്ടാണ് ശ്യാമിന് ഇത്രയധികം ദേഷ്യം വരുന്നത്. അപ്പോൾ തിരിച്ച് രുക്മിണിയും പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇത് കേട്ട സമയത്ത് സൗപർണിക്ക് ഇങ്ങനെയൊക്കെയാണോ നടന്നത്, അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതവും അതുപോലെ തന്നെ ദേഷ്യവും തോന്നിയിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ഇവളൊക്കെ കണ്ടവരെയൊക്കെ വിശ്വസിക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേഷ്യത്തോടെ രുക്മിണി സൗപർണികയെ നോക്കുന്ന സമയത്ത് അവൾ കരയാണ്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അമ്മ സൗപർണിക പാവമുണ്ടമ്മ. ഇപ്പൊ തന്നെ അവൾ ഒരുപാട് പ്രശ്നങ്ങളെ താണ്ടി വല്ലാതെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മ ഓരോന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയില്ലേ അമ്മ ആദ്യം അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വാ. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അവളെ വിളിച്ചു നോക്കി. പക്ഷേ വരില്ല എന്നുള്ള വാശിയിലിരിക്കുകയാണ് അവള്. നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക് ഇന്നാ എന്ന് പറഞ്ഞിട്ട് ഫോൺ സൗപർണികയ്ക്ക് കൊടുക്കുകയാണ്. ഏട്ടത്തി, സൗപർണിക ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ആദ്യം ദയവ് ചെയ്ത് വീട്ടിലേക്കൊന്ന് വാ. എന്താണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇല്ല ഏട്ടത്തി, എന്നെ കൊണ്ട് സാധിക്കില്ല. സൗപർണിക വാശി പിടിച്ചുകൊണ്ട് പറയാണ്. അത് കേട്ടപ്പോൾ രുക്മിണിക്ക് മനസ്സിലായി ഇന്ദു പറഞ്ഞാലും അവള് വരില്ല എന്നുള്ളത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.